രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഒരു സമുദായ നേതാക്കളോടും പരിധിവിട്ട വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല, എല്ലാവരെയും അദ്ദേഹം കാറിൽ കയറ്റുമെന്നാണ് ഞങ്ങളുടെ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞത്. കെ സി വേണുഗോപാലോട് ചോദിച്ചാൽ അദ്ദേഹവും അഭിപ്രായം പറയില്ല, അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റിനോട് ചോദിച്ചാൽ അദ്ദേഹവും അഭിപ്രായം പറയില്ല. അഭിപ്രായം വളരെ കൃത്യമായി പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, പിന്നെ താങ്കളെപ്പോലുള്ള ആൾക്കാരും പറയും. പക്ഷെ നിങ്ങളുടെ ഈ സീനിയർ ലേയേഴ്സിലുള്ള സതീശനല്ലാതെ ആരും മിണ്ടുന്നില്ല. അപ്പം എല്ലാവർക്കും വെള്ളാപ്പള്ളിയെ പേടിയാണോ? ഞാൻ പറയുന്നു, വി.ഡി. സതീശൻ അത്തരം നിലപാടെടുത്തപ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ടായിട്ട് സ്വീകാര്യതയുണ്ട്. അത് നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം പറയുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടട്ടെ, ജയിക്കട്ടെ. പക്ഷേ അതല്ലല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനപ്പുറത്തേക്ക് നമ്മുടെ നാട് കേരളം ഇതുപോലെ ഉണ്ടാവണം. ഇന്ന് അദ്ദേഹം അദ്ദേഹത്തെ പ്രസംഗത്തിൽ ശ്രീ ഫാദറോട് സൂചിപ്പിച്ചല്ലോ പറഞ്ഞു, പിണറായി വിജയനും വി.ഡി. സതീശൻ കടന്നു പോകും, പക്ഷേ കേരളം ഇവിടെ വേണ്ടേ? അങ്ങനെ കേരളം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മതനിരപേക്ഷത പറയുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത്. നിങ്ങൾ കാസർഗോഡ് നോക്കൂ, അവിടുത്തെ ജയിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ പേര് നോക്കൂ, നിങ്ങൾ മലപ്പുറത്ത് നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന ഒരാൾ. അതോടൊപ്പം AK ബാലൻ പറയുന്നത് ഇവിടെ പിന്നെ UDF വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്ക് എത്ര MLA മാരുണ്ട്, എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്? എന്തിനാണ് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ ആ രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടുത്ത ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങൾക്കെതിരെയാണ് ജമാഅത്ത് ഇസ്ലാമി പേര് കാണിച്ച് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും ഹീനമായ രൂപത്തിലുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം തയ്യാറാകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും സുകുമാരൻ നായർ പറയുന്നതും ഒന്നും അംഗീകരിക്കുന്നവരായി ഇരിക്കില്ല. ഞാനൊരു ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന ഒരാളാണ്. ഗുരുദേവൻ പറഞ്ഞത് എന്താണ്? പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്തരം എന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടാൽ അലയാതെ അമർന്നിടണമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഗുരുദേവന്റെ ഏറ്റവും വലിയ സങ്കല്പങ്ങൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശയങ്ങൾ ഈ നാട്ടിനകത്ത് വിശ്വസിക്കുന്ന ഒരാളും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല എന്നുള്ള ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ഇക്കാലം അത്രയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനകത്ത് എന്തുണ്ടായി എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മലപ്പുറത്തെ കുറിച്ച് പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് ഭയമാണെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കുക, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയത് ജനറൽ സീറ്റിൽ, ആ ജനറൽ സീറ്റിനകത്ത് മത്സരിപ്പിച്ച് ജയിച്ചത് അവിടെയുള്ള AP സ്മിത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഈ നാട്ടിനകത്ത് വിജയിച്ചു കയറാമെന്നുള്ള മോഹമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തീ കത്തിക്കുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ ഈ നാട് തിരിച്ചറിയുക തന്നെയും ആ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന് അതിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആര് നിലപാടെടുക്കുന്നു ആ നിലപാടിന്റെ കൂടെ തന്നെയാണ് ഈ നാടിന്റെ ജനത എന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മുഹമ്മദ് ഹനീഫ, ഇപ്പം നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഒരു വശത്ത് നിർത്തി ബാക്കി എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് CPM-ന് അനുകൂലമായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി വീണ്ടും അവരെ കൊണ്ടുവരിക എന്ന പ്ലാനിലാണ്. അതിൽ എന്തുമാത്രം ഒരു സാധ്യത അതിനകത്ത് ഇവർ കാണുന്നുണ്ട്? കാരണം നമ്മൾ കുറേ തവണയെ നോക്കുമ്പോൾ അതങ്ങനെ പൂർണ്ണമായും വർക്ക് ചെയ്ത് കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും അതിനകത്ത് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനാണ്, ആ പ്രോജക്റ്റിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഫാദറെ ഒരു ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യാതെ ഈ ചർച്ച മുന്നോട്ട് പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം എടുത്ത ധീരമായ നിലപാട്, വളരെ വ്യക്തമായ വാക്കുകളിൽ മലപ്പുറത്ത് ജീവിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെയും മലപ്പുറത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. താങ്കൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ ഈ പ്രോജക്റ്റ് എത്രമാത്രം വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. അത് പലതരത്തിൽ നമുക്ക് കാണാം. രണ്ട് സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഫാദറെ പോലെ സാധാരണ മനുഷ്യർ കേരളത്തിലും മലപ്പുറം ജില്ലയിലും എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്ന സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നിന്ന് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിലും പിന്നെ നേരത്തെ UDF നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ബാധിക്കും എന്ന് നമ്മൾ വിചാരിച്ച പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കാസയുടെ നേതൃത്വത്തിൽ BJPക്ക് വേണ്ടിയും ഇടതുപക്ഷം തന്നെ എൻഡോഴ്സ് ചെയ്ത പല പ്രചരണങ്ങളും കാസ നടത്തിയിട്ടും അതൊന്നും ആ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഫലം കൂടിയാണ്, അതിൻ്റെ കൂടി പ്രതികരണത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് നമ്പൂതിരിക്ക് ശേഷം നസ്രാണിയെ ചേർത്ത് വെക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്.